സംഭവം നടന്നില്ല. ഒന്നും അറിയില്ല സാർ. ഒരു കാരണവശാലും ഒരാളെ എന്തുദ്ദേശത്തിലാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സംസാരിക്കാന്ന്. ആദ്യം ആരെയാ വിളിക്കേണ്ടത്? ചീഫ് മിനിസ്റ്ററോ ചീഫ് സെക്രട്ടറി? ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഞാൻ ഒരുക്കമല്ല. അതെന്താ? ഡെമോക്രാറ്റിക് ആയിട്ട് സംസാരിക്കാൻ ഒരു രീതിയുണ്ട്. ഹലോ, ഒന്നും പറയണ്ട, ഞങ്ങൾക്ക് ന്യായമുണ്ട്. ന്യായം? ഇതാണോ പ്രതിഷേധം? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഈ സർക്കാരിന്റെ പ്രതിനിധിയല്ലേ? അതിനെന്താ? നിങ്ങളുടെ വ്യവസ്ഥിതി, ഈ കപട ജനാധിപത്യമാണ് ഏറ്റവും വലിയ ഭീകരത. അതിനെ ധിക്കരിക്കുന്നതാണ് ഏറ്റവും മിതമായ കാര്യം. സാർ ഒന്ന് വായിച്ചു നോക്കണം. ഫോർ വാട്ട്? അതിൽ എഴുതിയുണ്ട്, വായിച്ചു നോക്കണം. മർദ്ദിതരായ ജനവിഭാഗത്തിന്റെ നീതിക്ക് വേണ്ടിയുള്ള ബലപ്രയോഗമാണ്. ചീഫ് സെക്രട്ടറി നമ്പർ. അജയ് ഡാങ്കെ നാസിക്കാരനല്ലേ? അതെ സാർ. എന്തെങ്കിലും ത്രെട്ട് ഉണ്ടായിരുന്നു? ഇന്റലിജൻസ് റിപ്പോർട്ടിന് വെയിറ്റ് ചെയ്യാണ് സാർ. ഓ, ആരാണെന്ന് എനി ക്ലൂ? ഇല്ല സാർ. CM നെ അറിയിച്ചോ? സാർ, അദ്ദേഹം തിരഞ്ഞെടുപ്പ് പര്യടനത്തിലാണ്. CM-ന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് വരാൻ പറഞ്ഞു. കാര്യങ്ങൾ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. DGP ഉടനെ DGP മാത്രം പുറ കേട്ടു. ADGP ബാസിയോടും പറയും. പറഞ്ഞിട്ടുണ്ട്. ആരിഫ് സാറിനോട് വരാൻ. സാർ, പാലക്കാട് കളക്ടറുടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞ് ആരോ വിളിച്ചിരുന്നു. ഭീഷണിയുടെ സ്വരത്തിലാണ് സംസാരിച്ചത്. സാർ വരുന്നതിന് തൊട്ടുമുമ്പ് വിളിച്ചു വെച്ചതേ ഉള്ളൂ. എന്താ ഭീഷണി? സാറിനെ തന്നെ കിട്ടണമെന്നാണ് പറഞ്ഞത്. സാർ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ടപ്പേന്ന് കട്ട് ചെയ്തു. തിരിച്ചുവിളി. ഒരു മിനിറ്റ്. അവർ മലയാളത്തിലല്ല സംസാരിച്ചു. അതെ. ഹലോ മാതൃഭൂമി, ഞങ്ങൾ അയ്യങ്കാളിപ്പടയുടെ പ്രവർത്തകരാണ്. പാലക്കാട് കളക്ടറെ ബന്ദിയാക്കിക്കൊണ്ട് ഞങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. ആദിവാസി ഭൂനിയമം പരിഷ്കരിച്ച ബിൽ റദ്ദാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. DGP സ്ഥലത്ത് കാലത്തൊക്കെ ഉണ്ട്. VSI. ഇത് കണ്ടോന്നല്ലേ? എൻഗേജ്ഡ് ആണ് സാർ. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇത് ലൈവ് തരുന്നാണ് നിങ്ങൾ പറയുന്നത്. നമുക്ക് വീട്ടിൽ പോകാം. ഹലോ, ജസ്റ്റിസ് VS അയ്യർ. ഞങ്ങൾ പാലക്കാട് കളക്ടറെ ഇല്ല, സാറിനൊന്ന് നേരിട്ട് സംസാരിക്കാനായിരുന്നു. ബാംഗ്ലൂർ. അവിടുത്തെ നമ്പർ ഒന്ന് കിട്ടാനായിട്ട്. സംശയം തോന്നുന്നു എല്ലാവരും ഇവിടത്തേക്ക് വിളിപ്പിക്കും. അതാണ് സാർ മെയിൻ ഡോർ. ക്രോസ് ചെയ്തു. ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. അതിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. സാർ, ഞാൻ അകത്തുണ്ടായിരുന്നു. ദേഹത്ത് എന്തോ വെച്ച് കെട്ടുന്നുണ്ടായിരുന്നു. ബോംബാണോ എന്ന് സംശയമുണ്ട്. പ്രതികളിൽ ഒരാളെ ഐഡന്റിഫൈ ചെയ്ത ആളുകൂടി ഉണ്ട് സാർ. ആരാണ് സാർ? ഒരു പത്രക്കാരനാണ്. വിളിക്കൂ. എന്താ പേര്? ദിവാകരൻ. എവിടുന്നാ? രണഭൂമിന്നാ. ആരാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു പറഞ്ഞത്? ആ പിങ്ക് കളറുള്ള ആ പിങ്ക് കളർ ഷർട്ടിട്ടുള്ള ആ നാരായണൻകുട്ടി. താടിയൊന്ന് കട്ട് ചെയ്തേ ഉള്ളൂ. അത് നാരായണൻകുട്ടി തന്നെ. എനിക്കറിയാം. കൂടുതൽ ശരി. ഹലോ, കളക്ടറുമായിട്ട് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? അജയ് സാറുമായിട്ട്. സാർ, ഞാൻ അവിടുത്തെ SP സച്ചിൻ അഗർവാളുമായി സംസാരിച്ചു. സാർ, ഇതവരാണ്. സ്പീക്കറിലിടും. ഹലോ, തന്നോടല്ലേ ചീഫ് സെക്രട്ടറിക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞത്? ചീഫ് സെക്രട്ടറിയാണ് സംസാരിക്കുന്നത്. ആരാണ് പറയും? N രാജശേഖരൻ അല്ലേ? അതെ. നിങ്ങൾ ഇവിടുത്തെ സാമ്രാജ്യത്തെ ദല്ലാൽ ഭരണകൂടത്തിന്റെ പിടിയാളാണെന്ന് നിങ്ങൾക്കറിയാം. പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. കളക്ടർ അജയ് ശ്രീപദ് ഡാംഗെ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. എന്താണ് ഇഷ്യൂ? പറയും.
കഴിഞ്ഞയാഴ്ച കേരള നിയമസഭ പാസാക്കിയ ആദിവാസി ഭൂനിയമ ഭേദഗതി ബില്ല് റദ്ദാക്കണമെന്നും ആദിവാസികൾക്ക് അവകാശപ്പെട്ട ഭൂമി അവർക്ക് തിരിച്ചു നൽകണമെന്നുമാണ് ഞങ്ങളുടെ ആവശ്യം. അതെല്ലാം ചർച്ച ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. ബട്ട് ഐ നീഡ് ടു സ്പീക്ക് ടു ദ കളക്ടർ ഫസ്റ്റ്. അത് ഞങ്ങൾക്ക് കൂടി വ്യക്തമാകുന്ന ഭാഷയിലാവണം. മലയാളത്തിൽ സംസാരിച്ചാൽ മതിയല്ലോ. കൊടുക്കൂ. സാർ സംസാരിക്കും. സർ, അജയ് ഡാംഗെ സ്പീക്കിംഗ്. ഹലോ അജയ്. അജയ് അല്ലേ? യെസ് സർ. രാജശേഖരൻ ഹിയർ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? യെസ് സർ, കേൾക്കുന്നുണ്ട്. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. വി ആർ ഓൾ ഹിയർ. ഓക്കെ? താങ്ക് യു സർ. പറയൂ, എന്താണ് ഉണ്ടായത്? Sir, there are 4 people. They are activists. They are armed. I'm trying my best to handle the situation, sir. Now listen. നിങ്ങൾ പാനിക് ആകരുത്, അവരെയും ആക്കരുത്. നമുക്കിത് സോൾവ് ചെയ്യാം. ഐ എം അഷ്യൂറിംഗ് യു. I'm trying my best to handle the situation. പക്ഷേ അവരെന്നെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. Don't worry about that. Till we find the right solution, just stay calm. Okay? Okay, sir. ഇനി ഞാൻ അവരോട് സംസാരിക്കട്ടെ. Okay, sir. Thank you, sir. ഹലോ. ഹലോ. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കും. ഞാൻ ഉറപ്പ് തരുന്നു. പക്ഷെ മുഖ്യമന്ത്രിയും ആയി സംസാരിക്കാനുള്ള സാവകാശം വേണം. അതുവരെ കലക്ടറെ ഉപദ്രവിക്കരുത്. അങ്ങനെ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല. നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം കളക്ടറെ ബന്ദിയാക്കിയുള്ള ഈ പോരാട്ടത്തിന്റെ വാർത്ത ആകാശവാണി, ദൂരദർശൻ പോലുള്ള ദേശീയ മാധ്യമങ്ങൾ വഴി ജനങ്ങളെ അറിയിക്കാനുള്ള നടപടികളാണ്. അത് ചെയ്യുന്നത് വരെ ഈ ചർച്ച തുടങ്ങിയതായിട്ട് പോലും ഞങ്ങൾ കണക്കാക്കില്ല. ദാറ്റ്സ് ഓക്കെ. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഉടനെ ചെയ്യാം. തിരിച്ചിങ്ങോട്ട് ഒരു പരിപാടിക്ക് നിൽക്കരുത്. ഈ മുറി തകർക്കാൻ ഞങ്ങളുടെ കയ്യിലുള്ള ഒരു ബോംബ് മതി. We can solve this. We can solve this. ചീഫ് സെക്രട്ടറിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ സമാധാനപരമായി. ഞാൻ അവര് ലാസ്റ്റ് ആയിട്ട് കണ്ടത് ആരെങ്കിലും ഉണ്ടോ? അവരെല്ലാവരും മാറ്റിയെടുത്തിട്ടുണ്ട്. ആരും വിട്ടിട്ടില്ല. ഇനി ഇവരായിട്ട് സംസാരിച്ചിരുന്ന രണ്ടുപേരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? നിങ്ങളാരാ? ഞാൻ കളക്ടർ കണ്ണൻ. സോ യു വർ ദേർ? സർ, അവരുടെ വല്ല വെപ്പൺസ് എടുത്തുകൊണ്ടായിരുന്നു? ബി സ്പെസിഫിക്. എല്ലാവരെയും പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഒരാളുടെ കണ്ടു. നിങ്ങളുടെ കണ്ണോ? സർ, ഞങ്ങളവരെ പിടികൂടിയതായിരുന്നു. ഇന്നെടുത്തില്ല. സർ, ഞങ്ങളവരെ പിടികൂടിയായിരുന്നു. എന്നിട്ട് കൺഫ്യൂഷൻ കളക്ടർ സാർ പറഞ്ഞു ഇവിടെ. കളക്ടർ സാർ പറഞ്ഞോ? സർ, പവർ ഓഫ് റൈറ്റ്. ഇത് വളരെ കരുതലോടെ ചെയ്യുന്ന കാര്യമാണ്. അല്ലെങ്കിൽ കേരളം മുഴുവൻ ഏതാണ് വി ഹാവ് ടു പ്ലേ ദിസ് ഡൗൺ. സർ, 100-ലധികം പോലീസ് പേഴ്സണലിനെ അവിടെ എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ ഫോഴ്സിനെ മൊബിലൈസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. എസ് പിയോട് ഒരു തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കരുതെന്ന് പറയണം. സർ. വി ഹാവ് ടു വാച്ച് ദം ഫസ്റ്റ്. സ്ട്രിക്റ്റ് ആയി പറഞ്ഞേക്കോ. സർ. ഇങ്ങനെ കെട്ടിയിട്ടിട്ട് എങ്ങനെയാണ് ഒരു ഡിസ്കഷൻ സാധ്യമാവുക? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സേഫ്റ്റി. സേഫ്റ്റിയോ? എന്ത് സേഫ്റ്റി? ആരുടെ സേഫ്റ്റി? നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാം അറിയാം. നിങ്ങൾക്ക് ആദ്യം IPS സെലക്ഷൻ അല്ലേ കിട്ടിയത്? അതെ. ആംസ് ട്രെയിനിങ്ങും കിട്ടിയിട്ടുണ്ട്. ഉണ്ടെങ്കിൽ യു ആർ ആംഡ്. നിങ്ങളല്ലേ ആയുധമായി വന്നിട്ട് ഇരിക്കുന്നത് ഇവിടെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ എന്തെങ്കിലും അങ്ങനെ തോട്ട്ലെസ് ആയിട്ട് ചെയ്യുന്നു? നിങ്ങൾ ഏതവസ്ഥയിലാണെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ മിസ്ട്രസ്. കെട്ടടിക്കാൻ പറ്റില്ല. റേഡിയോ വെള്ളവുമാണ്. ഇനി ഞങ്ങൾക്ക് ആവശ്യം ഒരു റേഡിയോ ആണ്. ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം നമുക്ക് ഞാൻ SP സച്ചിൻ അഗർവാൾ. വി ആർ റെഡി ടു കോഓപ്പറേറ്റ് വിത്ത് യു. ഞങ്ങൾക്ക് ഒരു കോപ്പറേഷനും താല്പര്യമില്ല. ദഫേദാർ വാസുദേവനെ വിളിക്കും. നമ്മൾ തമ്മിലൊരു ദഫേദാർ വാസുദേവനെ വിളിക്കും. ദഫേദാർ, നമ്മൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ. സാർ, ഒരു റേഡിയോ, ആവശ്യത്തിന് കുടിക്കാനുള്ള വെള്ളം എത്രയും പെട്ടെന്ന് വേണം. നമ്മൾ എനിക്കൊന്ന് വീട്ടിലേക്ക് വിളിക്കണം. വീട്ടിലാരൊക്കെ ഉണ്ട്? വൈഫ് ആൻഡ് ചൈൽഡ്. എനിക്കൊരു കുഞ്ഞുണ്ട്. സാർ വിളിക്കട്ടെ? എന്തിന്? അല്ല, വൈകുമെന്ന് പറയട്ടെ. ഇപ്പൊ തന്നെ പറയണം. അവകാശങ്ങൾ നിഷേധിക്കരുതല്ലോ. വ്യാജ വാർത്തകൾ അവിടെ സ്പ്രെഡ് ചെയ്യാതെ നോക്കണം. സർ, CM-നെ വിളിച്ചിരുന്നു. സുഖമില്ലാത്തതുകൊണ്ട് റെസ്റ്റിലാണ്. ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രവചനത്തിന് പോയിട്ടില്ല. ഗസ്റ്റ് ഹൗസിലുണ്ട്.
അദ്ദേഹം പറയുന്നത് ഇതൊരു നക്സൽ സംഘടനയുടെ പണിയാണെന്നാണ്. ഏത് സംഘടനയാണെങ്കിലും ഇത് പൊളിറ്റിക്കൽ അറ്റൻഷൻ കിട്ടാനുള്ള ഒരു പരിപാടിയാണ് സർ. I think this will flare up more than we can imagine. സർ, അവർക്ക് ആയുധങ്ങൾ എവിടെ നിന്ന് കിട്ടാനുള്ള സാധ്യതകൾ എന്ന് അന്വേഷിക്കേണ്ടത്. അതിർത്തി കടന്നു വരുന്നതാണോ സംശയം. ഇതാണ് ഈ പറഞ്ഞ ആദിവാസി ഭൂനിയമ ഭേദഗതി 1996. हॅलो. हॅलो मालिनी. हा जय बोल ना. मालिनी, मी ऑफिसमधून बोलतोय. हे बघ, तू आता काही सांग पण प्लॅन चेंज करू नकोस. हा, इकडे ऑफिसमध्ये एक प्रॉब्लेम झाला आहे. आता यात काय न्यूज आहे? हे नवीन आहे का आपल्याला? इतकी वर्ष तर राहतोय केरळमध्ये आपण. तू लक्ष देऊन ऐक, ओके? घाबरू जाऊ नकोस. काय झालं? एक मिलिटंट ग्रुप आहे. मिलिटंट्स? अजय, नेमकं काय झालंय? माझ्या आणि तुझ्या आई वडिलांना सांग की काळजी करू नको. खूप सिरियस आहे का काही? ബാത്മി ഐക്ലി കോണി ഫോൺ. आई, ഇതാരാണ്? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അധികാരികളെ വിളിച്ച് നിങ്ങളുടെ ഭർത്താവിന്റെ ജീവന് വേണ്ടി അപേക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. काय झालं? आई, अजयचा फोन आहे. काहीतरी नक्कीच झालंय तिकडे. ഞാനല്ലേ സിസ്റ്ററിന്റെ പ്രതിനിധി. എന്റെ ഫാമിലി അല്ലല്ലോ. അവരെ ത്രെട്ടൻ ചെയ്യരുത്. അതിൻ്റെ ഉള്ള കുട്ടിയുണ്ടല്ലോ ബന്ദിയാക്കിയവരിൽ. ഒന്നും അറിയില്ലല്ലോ. പോലീസിന് കുട്ടിനെ മനസ്സിലായിട്ടെന്നാ പറയണത്. അല്ല, നിങ്ങൾക്ക് വല്ലതും അറിയോ? ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അല്ല, എനിക്ക് അറിഞ്ഞത് ഞാനൊന്ന് പറഞ്ഞെന്നുള്ളൂ. പണ്ട് തെരുവ് നാടകവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ നമ്മളവരെ അറസ്റ്റ് ചെയ്തു. അത് വെച്ച് നോക്കുമ്പോൾ ഒരു കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആളുകളാകാനാണ് സാധ്യത. ഈ അയ്യങ്കാളിപ്പട എന്നൊക്കെ പറയുന്നത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാനാണ്. നെഗോഷിയേഷൻസിൻ്റെ എല്ലാ ചാനലുകളും നമുക്ക് ഓപ്പൺ ചെയ്യണം. ട്രൂ ദാറ്റ് സർ. സർ, എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ വിവരം സെൻട്രൽ ഹോം സെക്രട്ടറി അറിയിക്കണം. ശാസ്ത്രി സാറിന് നല്ല പരിചയമുണ്ടല്ലോ. ഞാനത് വിട്ടുപോയി. പ്ലീസ് കണക്ട് മീറ്റ്. അല്ലെങ്കിലും ഒരു ലൈഫ് വെച്ച് നമുക്ക് കളിക്കാൻ പറ്റില്ല. ചെറുതല്ലേ? ഇതാണ് അറേഞ്ച് ചെയ്യാൻ പറ്റിയത്. വാതിൽ തുറക്കേണ്ടി വരും. വാതിൽ തുറക്കേണ്ടി വരും. കറക്ഷൻസ്. 1 second സർ. ശാസ്ത്രി സാർ. So this is Rajshekhar here. I got the report. Terrible news. वो स्टेटனாலயும் இதை accept பண்ண முடியாது. நான் ஏதாவது பண்றேன். NSG team அனுப்புறேன். இப்போவே அனுப்புறேன். Okay? Oh, thank you, sir. Thank you so much. NSG ടീമിനെ അയക്കാമെന്ന്. NSG ടീം വരുന്നത് നല്ലതാണ് സർ. നമ്മൾ മാക്സിമം പ്രിക്കോഷൻ എടുത്തില്ലെന്ന് വേണ്ട. ഞാനൊന്ന് പാലക്കാട് പോയാലോ? Come on. അവിടെ എത്താൻ എടുക്കുന്ന സമയമുണ്ടല്ലോ. അതിന് മുമ്പേ തന്നെ ഇത് തീർക്കണം.